2 മാസം കൂടെ കഴിഞ്ഞിട്ട് SIR നടത്തിയാൽ എന്താ? അപ്പോൾ 2 മാസം കൂടെ കഴിയുമ്പോൾ ഇലക്ഷൻ കഴിയും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ 58 ലക്ഷത്തിനെയും കൂടെ കൈവച്ച് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചിട്ട് നിങ്ങൾ SIR നടപ്പിലാക്കിയോ, കുഴപ്പമില്ല എന്നുള്ളതാണ് മമതയുടെ ലൈൻ. 10% താഴെ ഉള്ളൂ BJPയും ഇവരും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ 7,34,00,000 വോട്ടുള്ളിടത്ത് ഏതാണ്ട് 58 ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 60 ലക്ഷം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10% വോട്ട് കുറഞ്ഞു പോവുകയാണ്, കട്ട് ചെയ്ത് മാറ്റുകയാണ്. 1975 ജയപ്രകാശ് നാരായണൻ്റെ കാറിന് മുകളിൽ കയറി നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടെന്ന് വലിയ പ്രസിദ്ധി നേടി. പോലീസ് മമതാ ബാനർജിയെ അടിച്ചുരുട്ടി. അവിടെ അടി കൊടുത്ത് ശരിയായി കളഞ്ഞു ജ്യോതി ബാസുവിൻ്റെ പോലീസ്. 13 പേരെ മറ്റേ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. മമതാ ബാനർജി ഒരു ട്രൂ ഫൈറ്റർ തന്നെയാണ്. എതിരാളികൾ ആരായാലും അവിടെ ചങ്കൂറ്റത്തോടെ കയറി ചെന്ന് അനീതിക്കെതിരെ ചോദ്യം ചെയ്യുവാനും ഉറച്ചു നിന്ന് പോരാടാനും അവർക്കപ്പുറം ഒരു നേതാവ് പശ്ചിമ ബംഗാളിൽ ഇല്ല എന്ന് തന്നെയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി രണ്ടും കൽപ്പിച്ചാണ്. സുപ്രീം കോടതിയിൽ വർഷങ്ങൾക്ക് മുൻപ് ഊരിവെച്ച കറുത്ത കോട്ടിട്ട് തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുവാനായി മമതാ ബാനർജി രംഗത്ത് വന്നു. അതെ, SIR നടപടിയിൽ പ്രതിഷേധിച്ചാണ് മമതാ ബാനർജി സുപ്രീം കോടതിയെ സമീപിച്ചത്. അർഹരായവരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നു, തൃണമൂൽ പ്രവർത്തകരെ തേടി പിടിച്ച് ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന വാദം അവർ ഉയർത്തി. ഏതായാലും ഒരു 1/4 നൂറ്റാണ്ടിന് ശേഷം മമതാ ബാനർജി കോട്ടണിഞ്ഞപ്പോൾ ഇന്ത്യ ഒന്നടങ്കം അങ്ങോട്ട് ഉറ്റുനോക്കി. വാർത്താശ്രദ്ധ ആകർഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും നിർദ്ദേശിച്ചു മമതാ ബാനർജിയുടെ കൺസേൺസ് പരിഹരിക്കണം എന്ന്. മമതാ ബാനർജി എന്തൊക്കെയാണ് ബംഗാളിൽ പ്രതീക്ഷിക്കുന്നത്? മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ മലർത്തിയടിക്കുവാൻ BJPക്ക് സാധിക്കുമോ? BJP തങ്ങളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ ആരോപണം. പരിശോധിക്കാൻ നമുക്ക് എന്താണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. നമ്മോടൊപ്പം ചേരിക്കാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ഒരു ബോളിവുഡ് ചിത്രത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് മമതാ ബാനർജി മുന്നോട്ട് പോവുകയാണെന്ന് തോന്നുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഒരു ശക്തമായ ഇടപെടൽ നടത്തുന്നു. ഏറെ നാളായി നടത്തുന്ന പോരാട്ടം ഇപ്പോൾ സുപ്രീം കോടതി വരെ, അതും ഊരി വെച്ചിരുന്ന കോട്ട് വീണ്ടും എടുത്തണിഞ്ഞുകൊണ്ട് മമതാ ബാനർജി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. അതെ അതെ. അവിടെ എത്തി വാദങ്ങൾ നിരത്തുന്നു. സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം എന്ന്. മമതാ ബാനർജി ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ അടുക്കുകയാണോ? പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് കരുതുന്നത്? മമതാ ബാനർജിക്ക് എപ്പോൾ ഗ്രിപ്പ് വിടുന്നുവെന്ന് തോന്നുന്നു അവരപ്പോൾ വലിയ സാഹസങ്ങൾ കാണിക്കും. താങ്കൾ പറഞ്ഞ പോലെ ബോളിവുഡിലെ മാത്രമല്ല മോളിവുഡിലെ, അതായത് മദ്രാസിലെ MGR സിനിമയെ വെല്ലുന്ന നാടകങ്ങൾ കാണിക്കാനും ഒരു മിടുക്കയാണ്. എപ്പോഴാണ് തൻ്റെ പ്രസ്റ്റീജ് അല്ലെങ്കിൽ തൻ്റെ ജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു സൽപ്പേര് കുറവ് വരുന്നു, അല്ലെങ്കിൽ ഗ്ലാമറിന് കുറവ് വരുന്നു എന്ന് തോന്നുമ്പോൾ അപ്പോൾ മമതാ ബാനർജിക്ക് ഒരു തന്ത്രം ഉണ്ടാവും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അവരുടെ ചരിത്ര കാലം മുതൽ അവരുടെ പാരമ്പര്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവർ 1975 ജയപ്രകാശ് നാരായൺ, അന്ന് അവർക്ക് 21 വയസ്സ് പറ്റിയ, കോളേജ് കഴിഞ്ഞതേ ഉള്ളൂ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തോന്നുന്നു. അപ്പോൾ 1975 ജയപ്രകാശ് നാരായണൻ്റെ കാറിന് മുകളിൽ കയറി നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടെന്ന് വലിയ പ്രസിദ്ധി നേടി. അന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ജയപ്രകാശ് നാരായൺ, സോഷ്യലിസ്റ്റ് നേതാവ് എന്ന് മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ കണ്ണിലെ ഏറ്റവും വലിയ കരുതമായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചതിൻ്റെ ആളും അദ്ദേഹമാണല്ലോ. ഈ 75 കഴിഞ്ഞിട്ട് പിന്നീട് 77 ഇലക്ഷൻ വന്നപ്പോൾ ഈ മുന്നണിയെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചിതറി നിന്നിരുന്ന കോൺഗ്രസ് വിവിധ പ്രതിപക്ഷ നേതാക്കളെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിപ്പിച്ച് അദ്ദേഹത്തിന് അധികാരമോഹമൊന്നുമില്ല, മറ്റുള്ളവരെ മത്സരിപ്പിച്ച് അങ്ങനെ ജയിച്ച ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ടല്ലോ. അപ്പോൾ അതിന് മുമ്പ് മുതലേ ഇന്ദിരാഗാന്ധിക്ക് അറിയാം ഇദ്ദേഹം വളരെ ഡേഞ്ചറസ് ആണ്. ഗാന്ധിജിക്ക് ശേഷം ഏതാണ്ട് ജനങ്ങളെ ഇത്രയധികം കോരിത്തെരിപ്പിക്കാൻ നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു നേതാവ് വേറെ ഇല്ല എന്ന് പറയാം, ജയപ്രകാശ് നാരായണനെ പോലെ. അപ്പോൾ ആ ജയപ്രകാശ് നാരായണൻ്റെ കാറിൻ്റെ മുകളിൽ കയറി നിന്ന് ആരാടാ ഒരു പെൺകുട്ടി, അതൊരു കോൺഗ്രസ്സുകാരി പെൺകുട്ടി ഇങ്ങനെ കോളേജിൽ കുമാരി ഡാൻസ് ചെയ്ത് വയ്ക്കുന്നത് എന്ന് ഇന്ദിരാഗാന്ധി അന്വേഷിച്ചു. അങ്ങനെ 1976 മുതൽ 1978 വരെ
ഇവരെ നേരെ പിടിച്ച് മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. ഒരു പ്രൊമോഷൻ കിട്ടി, ഒരു പ്രൊമോഷൻ ഒറ്റയടിക്ക് കിട്ടി. എന്ന് മാത്രമല്ല 1984 ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് MP ടിക്കറ്റും കൂടെ പിന്നീട് കിട്ടുകയാണ്. അന്ന് മുതൽ ഇന്ദിരാഗാന്ധിയുടെ പെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 84 ആ സമയത്ത് പിന്നെ ആ കാലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കോൺഗ്രസ്സിൽ അവർ ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ് 84 അവർക്ക് മത്സരിക്കാനായിട്ട് സീറ്റ് കിട്ടുന്നു. അങ്ങനെ 84 അവർ മത്സരിക്കുന്നത് സോമനാഥ് ചാറ്റർജിക്ക് എതിരായിട്ടാണ്. ഓക്കെ. സോമനാഥ് ചാറ്റർജിക്ക് എതിരായി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഒരു വലിയ സംഭവമാണ്. CPM ഏറ്റവും തലമുറന്ന നേതാവ്, പാർലമെൻറ്റിലെ ഏറ്റവും വലിയൊരു ശക്തനായ നേതാവ് ഒക്കെയാണ്. അപ്പോൾ ആ സോമനാഥ് ചാറ്റർജിയെ അവിടെ അവർ തോൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജാവത്പൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ തോൽപ്പിച്ചു. അത് ഇവരുടെ പ്രശസ്തി വളരെയധികം ഉയർത്തി. അന്ന് അവർക്ക് 29 വയസ്സ് മറ്റുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ MP ആയിട്ടാണ് അവിടെ പാർലമെൻറ്റിൽ എത്തുന്നത് 84. എന്നിട്ട് പക്ഷേ അത് ജ്യോതി ബാസു അടക്കമുള്ളവർ നോക്കി വച്ചിരുന്നു. 89 വീണ്ടും ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ ഇവരെ പൂട്ടി, CPM പൂട്ടി. അതേ മണ്ഡലത്തിലിട്ട് ജവാദ്പൂരിലിട്ട് മാലിനി ഭട്ടാചാർജി എന്ന് പറഞ്ഞ ഒരു നേതാവിനെ വെച്ച്, വനിതാ നേതാവിനെ തന്നെ നിർത്തി ഇവരെ തോൽപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ പിന്നെ വീണ്ടും 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇലക്ഷൻ വന്നു 91. അപ്പോഴവർ കളം മാറ്റി സൗത്ത് കൽക്കട്ട സീറ്റിലേക്ക് മാറി. അന്ന് അവിടുന്ന് ജയിച്ചത് തുടങ്ങിയാൽ പിന്നെ 2009 അവർ പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വരെ അവർ തന്നെയായിരുന്നു ആ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചത്. തുടർച്ചയായിട്ട് നിരവധി ഇലക്ഷനുകൾ വന്നു, ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ആയിട്ട് ഒരുപാട് ഇലക്ഷനുകൾ വന്നു. മന്ത്രിസഭകൾ വീണൊക്കെ മന്ത്രിസഭകൾ ഇലക്ഷൻ വന്നെങ്കിൽ ആ എല്ലാ ഇലക്ഷനിലും 91 മുതൽ 2009 വരെ തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ 2011 മുഖ്യമന്ത്രിയാവാനാണ് പിന്നെ അവിടുന്ന് MP സ്ഥാനം രാജിവെച്ച് പോകുന്നത്. അതുവരെ ആ ജൈത്രയാത്ര തുടർന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇതിനിടയ്ക്ക് എപ്പോഴൊക്കെ അവർക്ക് പ്രതിസന്ധികൾ നേരിട്ടുണ്ടോ അല്ലെങ്കിൽ ഷൈൻ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ തോൽപ്പിച്ച ജ്യോതി ബാസുവിനെ ഒന്ന് വെല്ലുവിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ 89 ഇങ്ങനെ തോൽപ്പിച്ചല്ലോ. അപ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടിരുന്നപ്പോഴാണ് 92 ഒരു വിഷയം കിട്ടി. വികലാംഗയായ ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ ഒരു മാർക്സിസ്റ്റ് പ്രവർത്തകൻ ബലാത്സംഗം ചെയ്തു. അപ്പോൾ ഇവരത് വലിയ വിഷയമാക്കി. അത് ചെറിയൊരു ന്യൂസ് പോലെ വന്നതാണ്, പക്ഷേ അവരതിനെ വലിയ വിഷയമാക്കി ഈ പെൺകുട്ടിയെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നേരെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് കയറി ചെല്ലുകയാണ്. ജ്യോതി ബാസുവിനെ കണ്ട് ഇതിന് പരിഹാരം ചോദിക്കണമെന്ന്. അങ്ങനെ അവിടെ വലിയ ഒരാൾക്കൂട്ടം ഇവർ സൃഷ്ടിക്കുകയും വലിയ പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ അന്ന് പോലീസ് മമതാ ബാനർജിയെ അടിച്ച് ഉരുട്ടി. അവിടെ അടി കൊടുത്ത് ശരിയായി കളഞ്ഞു ജ്യോതി ബാസുവിൻ്റെ പോലീസ്. 13 പേരെ മറ്റേ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അന്ന്. അതോടെ ഇവരങ്ങ് വലിയ പ്രസിദ്ധിയായി. ബംഗാളിലെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ യുവ നേതാവ് എന്ന് പറയുന്ന ഇതേ ഉള്ളൂ, മമതാ ബാനർജിയെ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നു ദേശീയ തലത്തിലും. അപ്പോൾ അത് വേറൊരു സംഭവത്തിൻ്റെ കൂടി ചേർത്ത് വായിക്കാവുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് പണ്ട് അഭയാർത്ഥികളായി എത്തിയ, ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയ ഹിന്ദുക്കളെയും കൂട്ടക്കുരുതി ചെയ്ത ഒരു ചരിത്രമുണ്ട് പശ്ചിമ ബംഗാളിൽ. അപ്പോൾ അപ്പോൾ ഈ കൂട്ടക്കൊലകൾ അത്ര പുത്തരിയല്ല അവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും സിംഗൂരിലും അത് തന്നെയല്ലേ? സിംഗൂരിലും അതുപോലെ തന്നെയാണ്. അന്ന് 14 പേരെ മറ്റാണ് വെടിവെച്ചു വന്നത്. അന്ന് ഇവർ സത്യാഗ്രഹം കിടന്നു. സിംഗൂരിൽ ഇത് തന്നെ പറ്റിയത്. അതായത് അവർക്കറിയാം എവിടെയാണ് എപ്പോഴാണ് കളിക്കേണ്ടത്. 26 ദിവസമാണ് സത്യാഗ്രഹം. പക്ഷെ ഒരു കാര്യം നമുക്ക് സമ്മതിച്ചെടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മമതാ ബാനർജി ഒരു ട്രൂ ഫൈറ്റർ തന്നെയാണ്. എതിരാളികൾ ആരായാലും അവിടെ ചങ്കൂറ്റത്തോടെ കയറി ചെന്ന് എന്താണ് അനീതിക്കെതിരെ ചോദ്യം ചെയ്യുവാനും ഉറച്ചു നിന്ന് പോരാടാനും അവർക്കപ്പുറം ഒരു നേതാവ് പശ്ചിമ ബംഗാളിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതിപക്ഷത്ത് ഇതുപോലൊരു നേതാവില്ല. അതായത് 24/7 രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായിട്ടുള്ളൊരു നേതാവ് വേറെ ഇന്ന് പ്രതിപക്ഷത്തില്ല, ഇന്ത്യ മുന്നണിയിലില്ല. ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് അവരുടെയും എന്ന് വേണമെങ്കിൽ പറയാം. അവർ വിവാഹം കഴിച്ചിട്ടില്ല, മറ്റ് യാതൊരു താല്പര്യങ്ങളുമില്ല, അഴിമതിയും പിന്നെ ഗുണ്ടായുസും ഒക്കെ കയ്യിലുണ്ട്. പക്ഷേ അതെല്ലാം ഭരണം പിടിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ സ്വന്തമായിട്ട് നേടാൻ ആ ഒരു കതർ സാരിയും ആ വെള്ള സാരിയും ഒരു കൊച്ചു വീടും അല്ലാതെ അവർക്ക് വേറൊന്നും ഇല്ല. അങ്ങനെ
ദീദി എന്നാണ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നമ്മളുടെ കരുണാകരനെ ലീഡർ എന്ന് വിളിച്ച പോലെ എല്ലാവരും ചേച്ചി, ചേച്ചിയോ അല്ല മൂത്ത ചേച്ചി എന്നുള്ളതാണ് ദീദിക്ക് വലിയ അർത്ഥമാണ്. അപ്പം അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ വലിയ മതിപ്പുള്ള ആളാണ് മമതാ ബാനർജി. എപ്പോഴൊക്കെ മതിപ്പ് കുറയുന്നു എന്ന് തോന്നുന്നു അന്നൊരു ജാട കാണിച്ച് ചാടി വരും. അത് വളരെ പതിവാണ്. 1998 തോന്നുന്നു ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് SP-കാർ ഭയങ്കര എതിർപ്പുമായിട്ട് വന്നു. സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ ലാലുവിൻ്റെ പാർട്ടിയുമാണെന്ന് ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് നിന്നത്. അപ്പോൾ SP-യിലെ 2 MP-മാരെ കോളർ തൂക്കിയെടുത്ത് ഇവർ നടുക്കളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ആ വിധത്തിലൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്ത്രീയാണ്. സ്ത്രീയല്ല, ചില സമയത്ത് പുരുഷൻ്റെ അപ്പുറം കായിക ബലവും കൂടെ വേണമെങ്കിൽ എടുക്കുന്ന ഒരു ശൈലിയുണ്ട്. മമതാ ബാനർജിയുടെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ 2006 ഇൻഫിൽട്രേറ്റേഴ്സിനെതിരെ അവർ പ്രമേയം കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്ന് സോമനാഥ് ചാറ്റർജിയാണ് സ്പീക്കർ. 2006 കോൺഗ്രസിൻ്റെ ഭരണമാണ്. ആ സമയത്ത് മമതാ ബാനർജി പറഞ്ഞു അവിടെ നിരവധി പേർ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നുണ്ട്, അതിനെതിരെ നടപടി വേണമെന്ന് പറഞ്ഞു. ആ പ്രമേയത്തിന് സത്യം പറഞ്ഞാൽ സോമനാഥ് ചാറ്റർജിയാണ് എതിർത്തെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഇത് പ്രോസസ്സ് ശരിയായില്ല, അതുകൊണ്ട് തള്ളിക്കളയുന്നു പറഞ്ഞ് തള്ളിക്കളയുകയാണ് ഇത്. അപ്പം മമതയ്ക്ക് തന്നെ അറിയാം എങ്ങനെയാണ് CPM ഈ ഇൻഫിൽട്രേറ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റക്കാരെ വെച്ചുകൊണ്ട് ഇലക്ഷൻ ജയിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്. അത് തടുക്കാനാണ് അവർ ചെയ്തത്. പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി അവരെ കൂടെ നിർത്തുന്നതാണ് തനിക്ക് ഗുണം. BJP അവിടെ ഒരു വലിയ കക്ഷിയായി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ആ വരുന്ന 30% വരുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഞാനിതിന് അനുകൂലമായി നിൽക്കണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പിന്നീട് അടവ് മാറ്റി രംഗത്ത് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ആകെ വോട്ടർമാരിൽ നല്ലൊരു ശതമാനമുണ്ട് ഈ 58 ലക്ഷം എന്ന് പറയുന്നത്. ഈ 58 ലക്ഷം അവിടെ നിർണായകമാണ്. പല 294 മണ്ഡലങ്ങളിൽ 224 ഇടത്തും മമതാ ബാനർജി കോൺഗ്രസിനാണ് വിജയം. അവരാണിപ്പോൾ അവിടെ ഭരിക്കുന്നത്. 65-ലേ BJP ഉള്ളൂ. 65-ൽ BJP ഉണ്ട്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് 1-2 സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി മുഴുവൻ ഇവരുടെ കയ്യിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് അത്രയും ഒരു കൺസോളിഡേറ്റിംഗ് പൊസിഷനിൽ നിൽക്കുന്ന അവർക്ക് ഈ 58 ലക്ഷം എന്ന് പറയുന്നത് ക്രൂഷ്യലാണെന്ന് ബോധ്യമായിട്ടുണ്ട്. യാതൊരു സംശയമില്ല. എല്ലാ ഈ 294 മണ്ഡലങ്ങളിലെയും റിസൾട്ടിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2026 പിന്നെ ഒരു സർവേ നടത്തിയപ്പോൾ കണ്ടത് 42% വോട്ട് BJPക്കുണ്ട്, 52% ഇന്ത്യ മുന്നണിക്ക് മൊത്തമുണ്ട്. ഇന്ത്യ മുന്നണിക്ക് മൊത്തം എന്ന് പറഞ്ഞാൽ അതിൽ കോൺഗ്രസിൻ്റെ വോട്ടും CPMൻ്റെ വോട്ടും ഒക്കെ വരുമായിരിക്കാം. അങ്ങനെ 52%. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3% കുറച്ച് കഴിഞ്ഞാൽ ഒരു 10% താഴെയുള്ളൂ BJPയും ഇവരും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ 7,34,00,000 വോട്ടുള്ളിടത്ത് ഏതാണ്ട് 58 ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 60 ലക്ഷം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10% അടുപ്പിച്ച് വോട്ട് കുറഞ്ഞു പോവുകയാണ്, കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് മാറ്റുമ്പോൾ ഏതാണ്ട് 42 അല്ലെങ്കിൽ രണ്ടുപേരും തുല്യമായി വരുന്ന ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് വന്നു പോകും എന്ന് മമതാ ബാനർജിക്ക് ഒരു ഭയമുണ്ട്. മമതാ ബാനർജി പറയുന്നത് ഈ തൃണമൂൽ കോൺഗ്രസ് വോട്ടർമാരെ തിരഞ്ഞുപിടിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ്, ബന്ധുക്കളെയും ഒക്കെ തന്നെ ഒഴിവാക്കുകയാണ്. വെറും നിസാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന് പറയുന്നു. ഉദാഹരണമായി പറയുന്നത് വിവാഹം ചെയ്ത് പോകുമ്പോൾ സർനെയിം മാറുമല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സുപ്രീം കോടതിയിൽ അവർ പ്രധാനമായിട്ട് പറഞ്ഞതാണ്. സുപ്രീം കോടതിയിൽ ചെന്നിട്ട് അവർക്ക് എന്നെ കേൾക്കൂ എന്ന് പറഞ്ഞ് ബഹളമാണ്. അപ്പോൾ സുപ്രീം കോടതി ഒരു 5 മിനിറ്റ്സ് എങ്കിലും എനിക്ക് അവസരം തരുമെന്നാണ് പിന്നെ പറഞ്ഞത്. 5 അല്ല 15 മിനിറ്റ്സ് തരാമെന്ന് ചീഫ് ജസ്റ്റിസ് ഒക്കെ പറയുണ്ടായി. അങ്ങനെ ഇവർക്ക് അവസരം കൊടുത്തപ്പോൾ അവർ പറയുന്നതെല്ലാം സാധാരണ ഒരു അസംബ്ലി പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ജനാധിപത്യം നശിച്ചു, ജനാധിപത്യം തകർന്നു, SIR പിന്നെ വോട്ടേഴ്സിനെ ചേർക്കാനല്ല വെട്ടിക്കളയാനായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഹൈ ഹാൻഡ് കാണിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ പിന്നെ നായിഡു എന്ന് പറഞ്ഞ അവരുടെ അഡ്വക്കേറ്റും ഇതിനെതിരെ വാദിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും കേട്ടിട്ട് അവരും പറഞ്ഞു ഇവർ ഇലക്ഷനുമായിട്ട് സഹകരിക്കുന്നില്ല, ഇലക്ഷന് വേണ്ട ഈ പ്രോസസ്സിന് വേണ്ട ഉദ്യോഗസ്ഥരെ തരുന്നില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ അവരും പറഞ്ഞു. അപ്പോൾ അവർ മമതാ ബാനർജി ചോദിക്കുന്നത് ഇത്രയും നാൾ വൈകിയില്ലേ, 2 മാസം കൂടെ കഴിഞ്ഞിട്ട് SIR നടത്തിയാൽ എന്താ? അപ്പോൾ 2 മാസം കൂടെ കഴിയുമ്പോൾ ഇലക്ഷൻ കഴിയും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ 58 ലക്ഷത്തിനെയും കൂടെ കൈവച്ച് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചിട്ട്
നിങ്ങൾ SIR നടപ്പിലാക്കിയോ, കുഴപ്പമില്ല എന്നുള്ളതാണ് മമതയുടെ ലൈന്. അല്ല, ഇതിപ്പോൾ ഇത് സുപ്രീം കോടതിക്ക് ഏതാണ്ട് കാര്യം പിടികിട്ടിട്ടുണ്ടെന്ന് അവരെന്തായാലും ഇതൊക്കെ നോക്കാൻ പറഞ്ഞ് അങ്ങനെ മാറ്റി. പിന്നെ അവിടെ ഒരു മൈക്രോ ഒബ്സർവേഴ്സിനെ വെച്ചതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. അത് ലോകത്തെങ്ങും ഇല്ലാത്തൊരു പരിപാടിയാണ്. അവിടെ മൈക്രോ ഒബ്സർവേഴ്സിനെ വെച്ചു. അപ്പോൾ അതിനും ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. മൈക്രോ ഒബ്സർവേഴ്സിനെ വെക്കാൻ കാര്യം ഇവർ തരുന്ന BLOമാരും പ്രവർത്തിക്കുന്നില്ല. അഥവാ പ്രവർത്തിക്കുന്നെങ്കിൽ ഇവരുടെ ചരടിൽ തൂങ്ങിയാണ് പ്രവർത്തിക്കുന്നത്. മമതാ ബാനർജിയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം ഒന്നുകൂടെ പരിശോധിക്കാനും സ്ക്രൂട്ടിനി ചെയ്യാനും മൈക്രോ ഒബ്സർവേഴ്സ് വേണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. അല്ല, എല്ലാം ഇപ്പോൾ മമതാ ബാനർജി ഒരു ഉരുക്ക് വനിതയായി മാറുമ്പോൾ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളൊരു വിമർശനം മറുവശത്ത് നിന്ന് വരുന്നുണ്ട്. എക്കാലവും അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് ചെന്നപ്പോഴും ഗ്യാനേഷ് കുമാറിന്റെ മേശപ്പുറത്തിടിച്ച് സംസാരിക്കുക, മേശ ഇടിച്ച് പൊളിക്കാൻ നോക്കുക, ഇതൊക്കെയാണ് അവരുടെ ശൈലി. അല്ല, വേറൊരു പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ വേറൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് മീറ്റ് ചെയ്തതെന്ന് ആലോചിക്കണം. അതെ, ഒരു മുഖ്യമന്ത്രി പിന്നെ വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രി ചെന്ന് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ കാണുമ്പോൾ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികൾ തമ്മിൽ കാണുകയും അവിടെയാണ് ഈ മേശപ്പുറത്തിടിച്ച് ബഹളം ഉണ്ടാക്കി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് അവരുടെ ഒരു ശൈലിയാണ്, അവരങ്ങനെ ചെയ്യുള്ളൂ. മറ്റൊരു കാര്യവും മമതാ ബാനർജിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. IPAC എന്ന ഒരു തിരഞ്ഞെടുപ്പ് കൺസൾട്ടൻസി അവിടെയുണ്ട്, ഇലക്ഷൻ കൺസൾട്ടൻസി ഏജൻസി ഉണ്ട് അവിടെ. അപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയാണ്. 294 മണ്ഡലങ്ങളിലെ ഇവർക്ക് ഏജൻ്റ് ഉണ്ട്. അപ്പോൾ ഇവർ ബീഹാറിൽ BJP ചെയ്തതിന് സമാനമായ കാര്യങ്ങൾ അവിടെ ബംഗാളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ IPAC. കൃത്യമായി ആളുകളുടെ ഇടയിലേക്ക് പോകുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു, അത് കൈമാറുന്നു, അതിനനുസരിച്ച് ഇവരുടെ നയപരിപാടികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ. കൂടാതെ തിരഞ്ഞെടുപ്പിനുള്ള കാൻഡിഡേറ്റ്സിനെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പോലും ഈ IPACന്റെ റിപ്പോർട്ടിനനുസരിച്ചാണ്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാം പോയി അഭിപ്രായം. അപ്പോൾ ഈ IPACനെ കുറിച്ച് പറയുന്നത് അവർ എവിടെയൊക്കെ പരാജയത്തിന് ചാൻസ് ഉണ്ടോ അവിടെ ഈ ഇൻഫിൽട്രേറ്റേഴ്സിൻ്റെ കുറച്ച് പേരെ അങ്ങോട്ട് പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറ്റാനായിട്ട് മമതയോട് പറയും. ഇങ്ങനെയാണ് അവർ കഴിഞ്ഞ കാലങ്ങളിൽ വിജയിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് മുമ്പും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മുമ്പ് BJP CPM ആണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഇവരായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് 2006 ഇവർ പാർലമെൻറ്റിൽ ഇൻഫിൽട്രേറ്റേഴ്സിനെതിരായിട്ട് പ്രമേയം കൊണ്ടുവന്നത്. അന്ന് അവിടെ ചെയറിലിരുന്ന സോമനാഥ് ചാറ്റർജി ഇതിനെ എതിർത്തുകൊണ്ട് ഇവരോട് സംസാരിക്കുകയും ചെയ്തു. അല്ല, ഇതിപ്പോൾ ഈ മമതാ ബാനർജിക്ക് പ്രകോപനം ഉണ്ടാക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ IPACന്റെ ഓഫീസിൽ ED ഉദ്യോഗസ്ഥരെത്തി. പരിശോധന തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് അവിടെ പാഞ്ഞെത്തി. ഈ റൈറ്റേഴ്സ് ബ്ലോക്കിൽ നിന്നും, അതായത് പശ്ചിമ ബംഗാൾ സെക്രട്ടേറിയറ്റിൽ നിന്നും മമതാ ബാനർജി ഔദ്യോഗിക വാഹനത്തിൽ അവിടേക്ക് എത്തുന്നു. ഇവരെ ഫിസിക്കലായി തടയുന്നു. അതെ, അതായത് ED ഉദ്യോഗസ്ഥരെ തടയുന്നു, അവിടെ ബഹളം വയ്ക്കുന്നു. ഇതൊക്കെ കോടതിയിൽ പറയുകയുണ്ടായി. ഇലക്ഷൻ കമ്മീഷൻ്റെ ആളായാലും ED ആയാലും NIA ആയാലും ആരായാലും മമത ദീദി തടുത്തിരിക്കും. അവിടെ ചെല്ലുന്നു, അവരുടെ പരിശോധന തടഞ്ഞു എന്ന് മാത്രമല്ല, ഈ IPACന്റെ ഓഫീസിലുണ്ടായിരുന്ന പെൻഡ്രൈവും മറ്റ് രേഖകളും ഫയലുകളും മൊബൈലുകളും ഒക്കെ തന്നെ എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. തിരിച്ച് പിടിച്ചുകൊണ്ടുപോയി. അതായത് ED എന്തൊക്കെ പിടിച്ചെടുത്തോ അത് മുഴുവൻ തൻ്റെ ഫോഴ്സിനെ ഉപയോഗിച്ച് അവർ പിടിച്ചെടുക്കണം. EDക്ക് അവിടെ വേറെ ഫോഴ്സ് ഇല്ലല്ലോ. അവിടെ ലക്ഷക്കണക്കിന് പോലീസുകാർ അവരുള്ളതിനെ ഉപയോഗിച്ചാണ് അവരിത് പിടിച്ചടക്കുന്നത്. ഇത് തന്നെയാണ് BSFന്റെ അവസ്ഥ. BSF ബോർഡറിൽ ഫെൻസിങ്ങിന് ചെന്നപ്പോഴേ ഫെൻസിങ്ങിന് സമ്മതിക്കുന്നില്ല, റവന്യൂ അധികാരികളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, പോലീസിനെയും പിന്നെ ലോക്കൽ ആൾക്കാരെ ഉപയോഗിച്ച് BSFനെ ശല്യം ചെയ്യുകയാണ് അവിടെ ഫെൻസിങ് നടത്താതിരിക്കാൻ. എന്നിട്ട് ലോക്കൽ ആൾക്കാരോട് ഈ ഫെൻസിങ്ങിന് കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ പറയുകയാണ്. അവരിത് ലോക്കൽ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനായിട്ട് പിന്നെ കമ്പിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഊരി കൊണ്ട് പോവുക. ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളാണ് മമതയുടെ സ്പോൺസർഷിപ്പിൽ നടക്കുന്നത്. അവിടെ നമുക്കറിയാമല്ലോ, ധൻകർ ഏറ്റവും വലിയ ഗവർണറായിട്ട് പോയപ്പോൾ അദ്ദേഹത്തിനെ തടുത്തു. ഇതേപോലെ ഇപ്പോഴത്തെ ഗവർണർ CV ആനന്ദബോസിനും ഇതേ അനുഭവം തന്നെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു വനിതയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകൾ ചമയ്ക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യുകയും എല്ലാം കൂടുതൽ വിപുലമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ അലിഗേഷനെ വെച്ചിട്ട് അവർ ചെയ്യാൻ നോക്കി. പിന്നെ CV ആനന്ദബോസ് അതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എതിരാളിയെ ഏത് തന്ത്രവും ഉപയോഗിച്ച് തകർക്കാൻ അവർക്ക് അറിയാമായിരുന്നു. ഗവർണർ ആയാലും ED ആയാലും ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആയാലും ആരായാലും ഒരു പ്രശ്നമില്ല. ബാനർജി നരേന്ദ്രമോദി അമിത്ഷായും വരെ വെല്ലുവിളിക്കുകയാണ്. ഇനിയിപ്പോൾ നോക്കിയോ, ഇലക്ഷനാണ്, ഒരു ദുര്യോധനൻ ദുശാസനും ഇപ്പോൾ ഇവിടെ ഇറങ്ങും ബഹളം വെച്ചോണ്ട്. എന്താണ് അവരെക്കുറിച്ച് ജനങ്ങളുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിധത്തിൽ ആരെക്കുറിച്ചും അവർക്ക് സംസാരിക്കുന്നതിന് പിന്നെ എതിരാളി എങ്ങനെയായാലും അവരെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊരു തന്ത്രം അവർക്ക് അറിയില്ല എന്നുള്ളതാണ്.
പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ ബംഗാൾ തിരഞ്ഞെടുപ്പ് കൂടുതൽ ഉത്തേജനമാകും, യാതൊരു സംശയവുമില്ല. യാതൊരു സംശയമില്ല. അപ്പോൾ ഏത് വിധേനയും പിടിക്കുമെന്ന് പറഞ്ഞ് അമിത്ഷായും നരേന്ദ്രമോദിയും നിൽക്കുകയും അതെ, ഇവർ ഏത് വിധേനയും ഈ ഇൻഫിൽട്രേഷനെ വെച്ചിട്ട് ഞാൻ നിങ്ങളെ തടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയും ചെയ്യുമ്പോൾ വലിയ പൂരം തന്നെയാണ് നടക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും ഈ ഇൻഫിൽട്രേറ്റേഴ്സിന് മുഴുവൻ പിന്നെ ആധാർ കാർഡ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദീദി പിന്നെ സുപ്രീം കോടതി ചെന്നിട്ട് പറഞ്ഞ ആധാർ കാർഡ് കാർഡ് അംഗീകരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞ് ഞങ്ങളിത് 2 മാസം വാദം കേട്ട് വിധി പറയാൻ മാറ്റി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതിനകത്ത് ഇപ്പം ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ആധാർ കാർഡിൻ്റെ യഥാർത്ഥ ഓതൻറ്റിസിറ്റിയെക്കുറിച്ച് മാഡത്തിന് തന്നെ അറിയാമല്ലോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. അവരൊന്നും മറുപടി പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇത്തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബി ജെ പിയുടെ തന്ത്രം എന്തായിരിക്കും ബംഗാളിൽ? അവർ എത്രത്തോളം ശക്തമായ ഒരു പോരാട്ടം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കും? എന്തായാലും ബംഗാൾ പിടിക്കാനുള്ള എല്ലാ ശ്രമവും A to Z അടവുകൾ ബി ജെ പി പയറ്റുമെന്നുള്ള കാര്യം ബീഹാറിൽ കണ്ടതാണ്. അവർ മാക്രോ ലെവലിലേക്ക് വരെ പോയി. ഇത്തവണയും അത് തന്നെയാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗാളിലും. അത് നരേന്ദ്രമോദി പറയുകയും ചെയ്തല്ലോ. ബീഹാർ കഴിഞ്ഞ ഉടനെ ഇനി ഗംഗാ നദി ബംഗാളിലേക്കാണ് ഒഴുകാൻ പോകുന്നത്, അവിടെ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ്. അതിനായിട്ട് ഒരു പ്രധാനമായിട്ട് കണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ 42 52 ഇല്ല 50 കൂട്ടിക്കോളും. 42 50 എന്നുള്ള 8% ഡിഫറൻസ്, ആ 8% വോട്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 58 ലക്ഷം, ശരിക്കും പറഞ്ഞാൽ 1 കോടിയാണ്. 1 കോടി നുഴഞ്ഞു കയറ്റക്കാരുണ്ട്. അത് മമതയ്ക്കറിയാം. കാരണം ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടി 34 വർഷം തുടർച്ചയായി ജയിച്ചതും ഈ ഒരു ബേസിലാണെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ 2006 ഇൻഫിൽട്രേറ്റേഴ്സിനെതിരായിട്ട് പ്രമേയം വരെ കൊണ്ടുവന്നത്. ഈ മമതാ ബാനർജി ഇപ്പോൾ ഇൻഫിൽട്രേഷന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവർക്കറിയാം ജയിക്കാനായിട്ട് ഇത് വേണം. അവർ ആധാർ കാർഡുകൾ ഇവർക്ക് നൽകുന്നു, വിവിധ മണ്ഡലങ്ങളിൽ ഇവരെ ലിസ്റ്റിൽ കയറ്റുന്നു. അങ്ങനെ ഈ അധികം നിൽക്കുന്ന 10% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 8% എന്ന് പറയുന്നത് ഈ 58 ലക്ഷമാണെന്നുള്ളത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാം. ഇവരെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫൈറ്റിന് കളം ഒരുങ്ങും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് ബി ജെ പി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വളരെ കരുത്തുറ്റ പോരാട്ടം കാഴ്ചവെച്ചുവെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ പ്രാദേശിക പാർട്ടികളെ പിളർത്തുന്നു, അതിലൊരു ഭാഗത്തെ സ്വന്തം പാർട്ടിക്കൊപ്പം നിർത്തുന്നു, സ്വന്തം മുന്നണിക്കൊപ്പം നിർത്തുന്നു. അത്തരത്തിൽ എതിരാളികളെ ഛിന്നഭിന്നമാക്കി മുന്നേറുന്ന ഒരു തന്ത്രം ഇവിടെ വിജയിക്കുന്നില്ലെന്ന് തോന്നുന്നു. അത് പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പ്രത്യേകിച്ച് ദീദിയുടെ കൂടെ നിൽക്കുന്നവരെ അവർക്ക് മാറ്റാനായിട്ട് ഒട്ടും കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ CPM ആണോ എന്നുള്ളത്. പിന്നെ രണ്ടാമത് കോൺഗ്രസ് ആണുള്ളത്. കോൺഗ്രസ്സിൽ അധിരഞ്ജൻ ചൗധരിയെ എടുത്തുകൊണ്ട് ഒരു ഫൈറ്റിനുള്ളൊരു ശ്രമം ഇടയ്ക്കൊന്ന് നടത്തി നോക്കി, പക്ഷേ അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. പിന്നെ ഡൽഹിയിലാണെങ്കിൽ കെജ്രിവാളിനെ തകർത്തെറിയുന്ന വിധത്തിൽ ഈ മദ്യത്തിൻ്റെ കേസും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഇമേജ് ടാർണിഷ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ മമതയുടെ ഇമേജ് അത്തരത്തിൽ ടാർണിഷ് ചെയ്യാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം മമത യാതൊരുവിധ പേഴ്സണൽ കറപ്ഷനും പോയിട്ടില്ല. ഓക്കെ, ഗുണ്ടായിസം കാണിക്കാറുണ്ട്, ഇലക്ഷന് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അവർ പേഴ്സണലായിട്ട് ഒരു കറപ്റ്റ് പൊളിറ്റിക്സിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു രക്ഷപ്പെടാനുള്ള മാർഗം. പിന്നെ മറ്റൊരു പാർട്ടി അവിടെ ഇല്ല. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും BJP യും മാത്രമേ ഉള്ളൂ ബംഗാളിൽ ശക്തമായി നിൽക്കുന്ന 2 പാർട്ടികൾ. അതെ, ഒന്നുകിൽ ഇതിനെ പിളർക്കണം, ആ പിളർക്കാനുള്ളൊരു സാഹചര്യവും മറ്റു കാര്യങ്ങളും ഇപ്പോൾ അവിടെ ഇല്ല. അത് മുഴുവൻ ദീദിയുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ 58 ലക്ഷം എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്ന തരത്തിലേക്ക് ഓരോ മണ്ഡലത്തിലും അത് ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിന് വലിയ ഒരു ഘടകമായിരിക്കും. കാരണം 70.2% കണ്ട് ഹിന്ദുക്കളാണ് ഇവിടെ ഉള്ളത്, 27 ആണെന്ന് തോന്നുന്നു. അതുപോലെ 27% മുസ്ലിങ്ങളാണ്. ഇത് 2011 സെൻസസ് പ്രകാരമാണ്. പക്ഷേ ഇപ്പോൾ അത് ദീദി തന്നെ സമ്മതിക്കുന്നുണ്ട് 30% ഉണ്ട്. ഈ 30% വെച്ച് ഞാൻ ജയിക്കുമെന്നാണ് അവർ പറയുന്നത്. 30% ഇൻഫിൽട്രേറ്റേഴ്സ് തന്നെ, അതിൽ മുസ്ലിംസ് ഉണ്ട്, അതിൽ ഇൻഫിൽട്രേറ്റേഴ്സ് വളരെ തോതിലുണ്ട്. ആ ഇൻഫിൽട്രേറ്റേഴ്സിനെ ഞങ്ങൾ പിന്നെ വെട്ടിമാറ്റും എന്ന് കേന്ദ്രം പറയുമ്പോൾ വെട്ടിമാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് മമതയുടെ ഫൈറ്റിൻ്റെ ലക്ഷ്യം. അതിനാണ് അവർ സുപ്രീം കോടതിയിലും ഇപ്പോൾ വന്ന് ഈ വാദം തുറന്നുകൊണ്ട് ഇരിക്കുന്നത്. അല്ല, ഇതിൽ ഇപ്പോൾ നടക്കുന്ന ചില നിരീക്ഷണങ്ങളെക്കുറിച്ച് കൂടെ ഞാൻ പറയാം ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ്. അതായത് ഒരു പ്രതീതി സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് മമതാ ബാനർജി കേന്ദ്ര സർക്കാരും BJP യും എല്ലാ
അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ബംഗാൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനെതിരെ മനുഷ്യത്വത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടത്തിലാണ് താൻ എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചെടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സിമ്പതി ഫാക്ടർ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഒരു വലിയ ജോലിയാണ്. അവരെല്ലാ കാലത്തും അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. 2006 മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതനത്തിന് വേണ്ടിയിട്ട് അവർ അവസാനത്തെ ആണിക്കല്ലായിട്ട് ചെയ്തത് 26 ദിവസത്തെ ഉപവാസമാണ്. നന്ദിഗ്രാമിലെ ഈ 900 മേൽ ഏക്കേഴ്സ് കൃഷിക്കാരുടെ ഭൂമി ടാറ്റയ്ക്ക് കൊടുത്തപ്പോൾ അവിടെ 26 ദിവസം ഉപവാസം കിടന്നു. എന്നിട്ട് അന്നത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് പറഞ്ഞു അവരുടെ ജീവൻ അപകടത്തിലാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ വേണ്ട നടപടിയെടുക്കണമെന്ന്. അങ്ങനെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അവസാനം ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. ആ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് താങ്കൾ പറഞ്ഞ പോലെ അവിടെ വെടിവെപ്പും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രശ്നങ്ങളെ മുഴുവൻ അവർ മുതലെടുത്തു എന്നുള്ളതാണ്. ഒരു പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതനത്തിന് അവരുപയോഗിച്ച ഒന്നാം തരം ഒരു ഐറ്റം അതായിരിക്കും. അതായത് കൃഷിക്കാരുടെ ഭൂമി വരെ, കർഷകന് വേണ്ടി നിലകൊള്ളുന്ന എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി കൃഷിക്കാരുടെ ഭൂമി വരെ അടിച്ചെടുത്ത് മുതലാളിമാർക്ക് കൊടുക്കുന്നു എന്ന മെസ്സേജ് അവർ ഓരോ ഗ്രാമത്തിലും എത്തിച്ചു. അതോടെ 2011 ഇലക്ഷനിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളകിപ്പോയി എന്നുള്ളതാണ്. അല്ല, കഴിഞ്ഞ ആഴ്ച തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി മമതാ ബാനർജി ചർച്ച നടത്തിയതാണ്. എന്നിട്ടും പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല. സുപ്രീം കോടതിയുടെ അടുത്തേക്ക് പോയി. ഇനിയിപ്പോൾ ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ SIRൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടി പരിശോധിച്ച് ഏതാനും കുറച്ച് പേരുടെ വളരെ കുറച്ച് പേര് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ദീദി പറഞ്ഞ പോലെ മറ്റൊരു മണ്ഡലത്തിൽ പോയപ്പോൾ ഭർത്താവിൻ്റെ പേരും കൂടെ ചേർന്നതിൻ്റെ പേരിൽ അവരുടെ വോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അവരുടെ വോട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടേക്കാം. പിന്നെ അവർ കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട്. ലോക്കൽ ഡയലക്റ്റിൽ നിന്ന് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ, പേര് മാറ്റിയപ്പോൾ അതിൽ ബ എന്ന് വരുന്ന പദത്തിന് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും അവിടെ പ്രൊനൗൺസ് ചെയ്തിരിക്കുന്നത്. ബംഗാളിൽ പല വാക്കുകളും ഇപ്പോൾ ഉച്ചരിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ മാറ്റങ്ങൾ വരുന്നു. അത് അങ്ങനെയുള്ള ചില കേസുകളൊക്കെ പരിഗണിച്ചേക്കാം, മാറ്റിയേക്കാം. എന്നല്ലാതെ വലിയൊരു മാറ്റം ദീദി ഉദ്ദേശിക്കുന്ന പോലെ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് വലിയ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ പല പ്രാവശ്യം കാരണം ദീദിയുടെ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നതേ. ഇത് മമതാ ബാനർജിയുടെ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. ആ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനായിട്ട് വെള്ളം കുടിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ EDയുടെ കാര്യം പറഞ്ഞില്ലേ, EDയുടെ കയ്യിൽ നിന്ന് സാധനം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നെന്ന് പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിൽ നിന്ന് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തട്ടിപ്പറിച്ച് മമതയാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ടും മമതയ്ക്ക് പരാതിയാണെന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥർ അവർ പൊറുതി മുട്ടിയാണ് അവസാനം ഈ മൈക്രോ ഒബ്സർവേഴ്സ്, വേറെ ഒരിടത്ത് ഒരു മൈക്രോ ഒബ്സർവേഴ്സിനെ വെച്ചിട്ടില്ല. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ BLOമാർ എന്തെല്ലാം കൃത്രിമങ്ങൾ ചെയ്യുന്നു എന്ന് നോക്കാനായിട്ട് ഒരു ഒബ്സർവർ വെച്ചു. അതിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒബ്ജക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷന് പവറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷനെ അട്ടിമറിക്കുന്ന വിധത്തിൽ അവർ പ്രവർത്തിച്ചു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന് അറിയാം. ഇലക്ഷൻ കമ്മീഷന് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പിരിച്ചുവിടാനും ശുപാർശ ചെയ്യാം. പക്ഷേ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്താൽ മമതാ ബാനർജി അതൊരു വലിയ ആയുധമാക്കി അവിടെ കളിക്കും. നാടകം കളിക്കാൻ മമതാ ബാനർജിയേക്കാൾ മിടുക്കി വേറൊരാളില്ല. അത് ജ്യോതി ബാസുവിന് അനുഭവമുണ്ട്, സോമനാഥ് ചാറ്റർജിക്ക് അനുഭവമുണ്ട്, SPക്ക് അനുഭവമുണ്ട്, രാഹുൽ ഗാന്ധിക്കും അനുഭവങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി വളരെ 97 വരെ ഇവർ കോൺഗ്രസ് ആയിരുന്നല്ലോ. 98 പിളർന്നാണ് TMC ഉണ്ടാക്കിയത്. അതിനുശേഷം ഇവരെ അടുപ്പിക്കരുതെന്ന് സോമനാഥ് ചാറ്റർജിയും ദാദയും അവിടെ പല പ്രാവശ്യം പറഞ്ഞതാണ്. എന്നിട്ടും അത് കേൾക്കാതെയാണ് സോണിയയും ഒക്കെ ഇവരെ കൂട്ടിക്കൂടിച്ചത്. ആ കൂട്ടുകൂടിച്ചതിൻ്റെ കുഴപ്പമാണ് പിന്നീട് അവർ അനുഭവിക്കേണ്ടി വന്നത്. അല്ല, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. ഇനിയും മറ്റ് വാർത്ത സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഉള്ള നടപടികളിലേക്ക് മമതാ ബാനർജി ഉറപ്പായിട്ടും കടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ മമതാ ബാനർജിയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ പെരുമാറണം എന്നില്ല. ഈ SIRലൂടെ പുറത്താക്കപ്പെട്ട എല്ലാവരെയും തിരിച്ചെടുക്കുക എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടണമെന്നില്ല. അപ്പോൾ സുപ്രീം കോടതിക്കും തെളിവുകൾ വേണമല്ലോ. ദില്ലി അവിടെ പോയിട്ട് ഞാൻ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അവർ അഭ്യർത്ഥിക്കുന്നത് വെറും ഇലക്ഷൻ സ്റ്റണ്ട് പോലെയാണ്. BJP ഞങ്ങളെ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഞങ്ങളെ ദ്രോഹിക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളെ ദ്രോഹിക്കുന്നു, ജനാധിപത്യം അവിടെ ഇല്ല, ജനാധിപത്യം കുഴിച്ചു മൂടുന്നു,
വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുകയല്ല, വെട്ടിക്കളയുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞ് അവിടെ വചകടിക്കുന്നതല്ലാതെ അവർക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സാധനം പിന്നെ സുപ്രീം കോടതിയുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, അതവരുടെ വക്കീലന്മാർ പലതും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലും വിജയിക്കാത്തതുകൊണ്ടാണ് ഇവരിപ്പം രണ്ടാമത് ഇറങ്ങി അവിടെ ചെന്നിരിക്കുന്നത്. പക്ഷേ അത് എൻ്റെ മെയിൻ ഉദ്ദേശം തനിക്ക് ഒരു സിമ്പതി വെസ്റ്റ് ബംഗാളിലെ ജനതയിൽ നിന്ന് കിട്ടണം, ഇന്ത്യയിലെ മൊത്തം ജനതയിൽ നിന്ന് വേണേലും കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് അത് ചെയ്തത്. അതവർ ഭംഗിയായിട്ട്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ നിരന്ന് നിന്നതിന് മുഴുവൻ പിടിച്ച് വരട്ടിയില്ലേ. എന്താ നിങ്ങളെല്ലാവരും കൂടി ഇവിടെ കൂടി നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അവരുടെ നേരെ ചാടിച്ചെന്നുകൊണ്ട് ബഹളം വയ്ക്കുന്നത് കണ്ടു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിച്ച് താൻ ഒരു ബലിയാടാണ് എന്ന് ജനങ്ങളുടെ മുമ്പ് അറിയിച്ച് അങ്ങനെ കുറേ വോട്ടും കൂടെ പിടിക്കാനുള്ളൊരു ശ്രമമാണ് ദീദി ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ നീക്കം. പക്ഷേ അവർക്കിപ്പോൾ ഒരു മേൽക്കൈയുള്ളത് 294 സീറ്റിൽ 224 തൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അതിലെത്ര നഷ്ടപ്പെടും? 65 സീറ്റേ ഉള്ളൂ ഇപ്പോൾ BJPക്ക് വെസ്റ്റ് ബംഗാൾ നിയമസഭയിൽ. അതിൽ നിന്ന് ഈ 140 ചില്ലുവാനം വോട്ടുകൾ എങ്ങനെ നേടും, സീറ്റുകൾ എങ്ങനെ നേടും എന്നുള്ളതാണ് ഭൂരിപക്ഷത്തിലേക്ക് വരാനായിട്ട്. ഓക്കെ, അതാണ് പ്രധാന പ്രശ്നം. 148 കിട്ടിയാലേ ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. യെസ്, തീർച്ചയായിട്ടും. ഏതായാലും മമതാ ബാനർജിയെ നമുക്കറിയാം. 1975 മുതൽ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമതാ ബാനർജി, ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ. കൃത്യമായി എങ്ങനെ ഹെഡ്ലൈൻസിൽ ഇടം പിടിക്കണമെന്ന് അറിയാമെന്ന് ആദ്യം തെളിയിച്ച നേതാവാണ്, അല്ലെങ്കിൽ തൻ്റെ ചെറുപ്പത്തിൽ തന്നെ തെളിയിച്ച ഒരു നേതാവാണ് മമതാ ബാനർജി. അക്കാര്യം നമുക്ക് വിസ്മരിച്ചുകൂടാ. ഏറ്റവും തീപ്പൊരി നേതാവായി ഉയർന്നു വന്നത് വെറുതെയല്ല, വമ്പന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ വമ്പന്മാർക്ക് മുന്നിൽ കരുത്തുറ്റ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടും തന്നെയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് മമതാ ബാനർജി. SIR-ലൂടെ ഒഴിവാക്കപ്പെട്ട 58 ലക്ഷം പേർക്ക് വേണ്ടിയാണ് താൻ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്ന് മമതാ ബാനർജി പറയുകയാണ്. അത്തരത്തിൽ ഒരു ഹീറോയിൻ പരിവേഷം നേടിയെടുക്കുവാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് എത്രത്തോളം വിജയിക്കുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഒപ്പം തന്നെ ഇത് മാത്രമായിരിക്കില്ല, മമതാ ബാനർജി ഇനിയും ഒട്ടേറെ അടവുകൾ പയറ്റും ബംഗാളിൽ. കാരണം അവിടെ അവർക്ക് തോൽക്കാൻ സാധിക്കില്ല. ആ ഒരു തോൽവി ഉണ്ടായാൽ അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ അന്ത്യമായിരിക്കും. BJP ശക്തമായൊരു കടന്നുകയറ്റം ബംഗാളിൽ നടത്തിയാൽ പിന്നീട് തിരിച്ചു വരവിനുള്ള സ്പേസ് ഇടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് മമതാ ബാനർജിക്ക് നന്നായി അറിയാം. കാരണം ഏറ്റവും പ്രൊഫഷണലായി തിരഞ്ഞെടുപ്പുകളെ നേരിടുന്ന ഒരു പാർട്ടിയാണ് BJP. അത് ഏറ്റവും നന്നായി അറിയുന്ന നേതാക്കളിൽ ഒരാളാണ് മമതാ ബാനർജി. അതുകൊണ്ട് തന്നെ ആവനാഴിയിലെ അവസാന അസ്ത്രം വരെ എടുത്ത് പോരാടും തിരഞ്ഞെടുപ്പിന് മുൻപ് മമതാ ബാനർജി എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിൻ്റെ അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.